കേരളത്തിന്റെ സാമ്പത്തിക ഭൂമികയിൽ ആരാണ് ധനികർ? ആരാണ് ഈ വളർച്ചയുടെ ചാലക ശക്തികൾ? 2024 അവസാനിച്ചപ്പോൾ നാം കണ്ട കണക്കുകൾക്ക് ശേഷം 2025 പകുതി പിന്നിടുമ്പോൾ കേരളത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്? ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും പ്രാദേശിക വിപണിയും എങ്ങനെയാണ് ഈ ബിസിനസ് പ്രമുഖരെ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പുതിയ പദ്ധതികളും സംരംഭങ്ങളും എങ്ങനെയാണ് ഇവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതെന്നും ഈ പട്ടികയിൽ പുതിയ മുഖങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ടോ എന്നും നാം ഉറ്റുനോക്കുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ നെടും തൂണുകളായി നിലകൊള്ളുന്ന ഈ ബിസിനസ് പ്രമുഖർ വെറും കോടീശ്വരന്മാർ മാത്രമല്ല, മറിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നവരും സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് വലിയ സംഭാവനകൾ നൽകുന്നവരുമാണ്. അവരുടെ സംരംഭങ്ങൾ, ദർശനങ്ങൾ, വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറിയ വഴികൾ എന്നിവയെല്ലാം പലർക്കും പ്രചോദനമാണ്. 2025 എത്തി നിൽക്കുമ്പോൾ ഈ വ്യവസായ പ്രമുഖരുടെ ഏറ്റവും പുതിയ സാമ്പത്തിക സ്ഥിതിയും റാങ്കിങ്ങും നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. 10ാം സ്ഥാനത്ത് ഇത്തവണയും സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് കൊച്ചിസേഫ് ചിറ്റിലപ്പിള്ളിയാണ്. വി-ഗാർഡ് ഇൻഡസ്ട്രീസ്, വണ്ടർല ഹോളിഡേയ്സ്, വി സ്റ്റാർ തുടങ്ങി വൈവിധ്യമാർന്ന സംരംഭങ്ങളിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ വ്യക്തിത്വമാണ്. 2024 അദ്ദേഹത്തിന്റെ ആസ്തി 16,000 കോടി രൂപയാണെങ്കിൽ 2025 ഇത് നേരിയ തോതിൽ വർദ്ധിച്ച് ഏകദേശം 16,500 കോടി രൂപയോളമായി കണക്കാക്കപ്പെടുന്നു. ഗാർഹിക ഉപകരണ വിപണിയിലെ വി-ഗാർഡിന്റെ അപ്രമാദിത്വവും വിനോദസഞ്ചാര മേഖലയിലെ വണ്ടർലയുടെ വളർച്ചയും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കാരണമാകുന്നു. പുതിയ വണ്ടർല പ്രോജക്റ്റുകളെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിന്റെ ഈ വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്. 9ാം സ്ഥാനത്ത് വിവര സാങ്കേതിക വിദ്യാരംഗത്തെ അതികായനായ ST ഷിബുലാൽ തുടരുന്നുണ്ട്. ഇൻഫോസിസിന്റെ സ്ഥാപകരിൽ ഒരാളായ ഇദ്ദേഹം സാങ്കേതിക രംഗത്തെ മാറ്റങ്ങളെ അതിജീവിച്ച് മുന്നേറുന്ന വ്യക്തിയാണ്. 2024 ഏകദേശം 16,500 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി. 2025 17,000 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇൻഫോസിസിന്റെ ശക്തമായ പ്രകടനവും സാങ്കേതിക സ്റ്റാർട്ടപ്പുകളിലെ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളും ഈ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. 8ാം സ്ഥാനത്ത് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖനായ PNC മേനോൻ ഇടം പിടിച്ചിരിക്കുന്നു. ശോഭ ലിമിറ്റഡ് എന്ന അദ്ദേഹത്തിന്റെ സംരംഭം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയൊരു ബ്രാൻഡാണ്. 2024 ഏകദേശം 23,240 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി. 2025 24,000 കോടി രൂപ കടന്നിരിക്കുന്നു. നഗരവൽക്കരണം വർദ്ധിക്കുന്നതും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ആവശ്യകതയും അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് കരുത്ത് പകരുന്നുണ്ട്. ദുബായിലും ഇന്ത്യയിലും അദ്ദേഹത്തിന്റെ പുതിയ പദ്ധതികൾ തുടരുന്നുമുണ്ട്. 7ാം സ്ഥാനത്ത് സ്വർണ്ണ വ്യാപാര രംഗത്തെ രാജാവ് TS കല്യാണരാമൻ സ്ഥാനമുറപ്പിക്കുന്നു. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഉടമയായ ഇദ്ദേഹം ഇന്ത്യയിൽ ഉടനീളം 200-ലധികം ഷോറൂമുകളുമായി ശക്തമായ സാന്നിധ്യമാണ്. 2024 ഏകദേശം 26,560 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി. സ്വർണ്ണവിലയിലുണ്ടായ വർധനവും പുതിയ ഷോറൂമുകളുടെ വരവും കാരണം 2025 27,500 കോടി രൂപയായി ഉയർന്നിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ആഭരണ വിപണിയിലെ ട്രെൻഡുകൾക്കനുസരിച്ചുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഈ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. 6ാം സ്ഥാനത്ത് ഗൾഫ് മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖൻ സണ്ണി വർക്കി നിൽക്കുന്നു. ദുബായിലെ ജെംസ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസ് എന്ന സ്ഥാപനത്തിന്റെ അമരക്കാരനാണ് ഇദ്ദേഹം. 2000 തുടങ്ങിയ ജെംസ് ഇന്ന് ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയായി വളർന്നു കഴിഞ്ഞു. 2024 ഏകദേശം 27,390 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി. 2025 28,500 കോടി രൂപ കടന്നിരിക്കുകയാണ്. പുതിയ ക്യാമ്പസുകളുടെ നിർമ്മാണവും ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവും ഈ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. 5ാം സ്ഥാനത്ത് RP ഗ്രൂപ്പ് സ്ഥാപകൻ രവി പിള്ള ശക്തമായി നിലകൊള്ളുന്നുണ്ട്. നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി, ഊർജം തുടങ്ങി വിവിധ മേഖലകളിൽ RP ഗ്രൂപ്പിന് സാന്നിധ്യമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രോജക്റ്റുകൾ വലിയ തോതിൽ വരുമാനം നേടുന്നവയാണ്. 2024 27,390 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി. 2025 29,000 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അനുമാനം. പുതിയ മെഗാ പ്രൊജക്റ്റുകളിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഈ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. 4ാം സ്ഥാനത്ത് ആരോഗ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഡോക്ടർ ഷംഷീർ വയലിൽ ഇടം പിടിക്കുന്നു. VPS ഹെൽത്ത് കെയർ എന്ന അദ്ദേഹത്തിന്റെ സംരംഭം ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളുമായി നിരവധി ആശുപത്രികളും ക്ലിനിക്കുകളും നടത്തുന്നുണ്ട്. ആരോഗ്യമേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുന്നതിലും ഗുണമേന്മയുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്നുണ്ട്.
2024 ഏകദേശം 29,000 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി. 2025 30,500 കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു. ആരോഗ്യമേഖലയിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും നൂതന ചികിത്സാ രീതികളും അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. 3-ാം സ്ഥാനത്ത് ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ തുടരുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യാരംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിസ്തുലമാണ്. ഇൻഫോസിസിന്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ പദവിയിൽ നിന്നും മാറി ഇപ്പോൾ ടെക് സ്റ്റാർട്ടപ്പുകളിലും സാമൂഹ്യ സംരംഭങ്ങളിലും അദ്ദേഹം സജീവമാണ്. 2024 ഏകദേശം 29,000 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി. നിക്ഷേപങ്ങളിലെ വളർച്ചയും സാങ്കേതിക രംഗത്തെ പുതിയ അവസരങ്ങളും കാരണം 2025 31,000 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. 2-ാം സ്ഥാനത്ത് സ്വർണ്ണ വ്യാപാര രംഗത്തെ മറ്റൊരു ഭീമനായ ജോയ് ആലുക്കാസ് ശക്തമായി നിലയുറപ്പിക്കുന്നു. ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാനായ അദ്ദേഹം 11 രാജ്യങ്ങളിലായി 500-ൽ പരം സ്ഥാപനങ്ങളുമായി ആഗോള സാന്നിധ്യമാണ്. 2024 ഏകദേശം 34,000 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി. സ്വർണ്ണവിലയിലെ സ്ഥിരമായ വർധനയും ആഗോളതലത്തിലെ പുതിയ നിക്ഷേപങ്ങളും കാരണം 2025 36,000 കോടി രൂപ കടന്നിരിക്കുകയാണ്. ആഭരണ വിപണിയിലെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും വൈവിധ്യവൽക്കരണവും ഈ വളർച്ചയ്ക്ക് കരുത്ത് പകരുന്നുണ്ട്. കേരളത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ഇത്തവണയും മറ്റാർക്കുമല്ല, MA യൂസഫ് അലി സ്വന്തമാക്കിയിരിക്കുകയാണ്. ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായ അദ്ദേഹം റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങി നിരവധി മേഖലകളിൽ ലോകമെമ്പാടും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആസ്തി 2024 ഏകദേശം 63,000 കോടി രൂപയായിരുന്നെങ്കിൽ 2025 ഏകദേശം 68,000 കോടി രൂപയായി ഉയർന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2-ാം സ്ഥാനക്കാരന്റെ ഇരട്ടിയിലധികം വരുമാനം എന്നത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട്. പുതിയ ഹൈപ്പർ മാർക്കറ്റുകളുടെയും ഷോപ്പിംഗ് മാളുകളുടെയും തുടക്കം, വിവിധ രാജ്യങ്ങളിലെ നിക്ഷേപങ്ങൾ, ലോജിസ്റ്റിക്സ് മേഖലയിലെ വികാസം എന്നിവയെല്ലാം യൂസഫ് അലിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ബിസിനസ് രാജാക്കന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അജയ്യമായി തുടരുന്നു. ഈ പട്ടികയിലെ വ്യവസായികൾ തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ വികസിപ്പിക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും സജീവമായി ശ്രമിക്കുന്നുമുണ്ട്. ആഗോള സാമ്പത്തിക സ്ഥിതിയും സാങ്കേതിക വിദ്യയിലുണ്ടാവുന്ന മാറ്റങ്ങളും ഇവരുടെ ബിസിനസിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. വരും വർഷങ്ങളിലും ഇവർ ഈ സ്ഥാനങ്ങൾ നിലനിർത്തുമോ അതോ പുതിയ മുഖങ്ങൾ ഈ പട്ടികയിലേക്ക് കടന്നു വരുമോ എന്ന് കണ്ടറിയണം. കേരളത്തിന്റെ സാമ്പത്തിക കുതിപ്പിൽ ഈ വ്യവസായികളുടെ പങ്ക് എന്നും നിർണായകമായിരിക്കും. ഈ വർഷത്തെ കണക്കുകൾ അനുസരിച്ചാണ് ഈ റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.